ഹലോ, ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജൂൺ 26 എന്ന് പറയുമ്പോൾ ഇന്ന് ആൻറ്റി ഡ്രഗ് ഡേ ആയിട്ടാണ് ലോകമെമ്പാടും ആചരിക്കപ്പെടുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ഓരോ ദിവസവും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ്സിന് അടിമകളായി മാറുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഗെറ്റിംഗ് ദ നമ്പേഴ്സ് ആർ ഇൻക്രീസിങ് ഡേ ബൈ ഡേ, ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് UN-ഉം അതുപോലെ തന്നെ അന്താരാഷ്ട്ര സംഘടനകളെല്ലാം ചേർന്ന് ഒരു ഡേറ്റ് തീരുമാനിച്ചു. അതാണ് ജൂൺ 26 എന്ന് പറയുന്ന ഒരു ദിവസം ആൻറ്റി ഡ്രഗ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. സോ എനിക്കിന്ന് നിങ്ങളോട് ഒരു മെസ്സേജ് പറയാനായിട്ടുണ്ട്. ആ മെസ്സേജ് പറയാൻ വേണ്ടിയാണ്, ഒരു കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നമുക്കറിയാം, ഡ്രഗ്സ് നമ്മുടെ ഇടയിൽ വളരെയധികമായി വ്യാപിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ, യൂത്ത്സിൻ്റെ ഇടയിലൊക്കെ വളരെയധികമായി ഡ്രഗ്സ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അത് നല്ല രീതിയിലല്ല ഉപയോഗിക്കപ്പെടുന്നത്, പലപ്പോഴും മോശമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് ഡ്രഗ്സിനെ കുറിച്ചാണ് കൂടുതലായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, ഡ്രഗ്സ് എന്തുവാണ്? വാട്ട് ഈസ് ഡ്രഗ്സ്? ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു മരുന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആ മരുന്നിൻ്റെ എഫക്റ്റ് കൂടുതലാണ് നമ്മുടെ ബോഡിയെ, നമ്മുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവായിട്ടാണ് ഡ്രഗ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, അത് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ നെർവ്സിനെയും നമ്മുടെ നെർവസ് സിസ്റ്റത്തെ എല്ലാം ഡാമേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കഴിയുന്ന ഒരു സാധനമാണ് ഡ്രഗ്സ്. ഓക്കെ, ഡ്രഗ്സിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ്, അതുപോലെ തന്നെ റീക്രിയേഷണൽ ഡ്രഗ്സ്. ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആസ്പിരിൻ, പാരസെറ്റമോള്, ബ്രോഫിൻ, അങ്ങനെ പല സാധനങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സിൽ വരും. റീക്രിയേഷണൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ആൽക്കഹോൾ, നിക്കോട്ടിൻ, കഫീൻ, അതുപോലെ പലതരത്തിലുള്ള ഡ്രഗ്സ് എല്ലാം അതിനകത്ത് വരാൻ സാധ്യതകളുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ മറന്നുപോലെ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. പലപ്പോഴും ഡ്രഗ് അബ്യൂസ് നടത്തപ്പെടാറുണ്ട്. എന്ന് വെച്ചാൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ എല്ലായിടത്തും, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും നടക്കുന്നത്. ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ അബ്യൂസ് ചെയ്യണമെന്നാണ് ആദ്യം മനുഷ്യൻ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഡ്രഗ്സും നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു, മനുഷ്യന്റെ അസുഖത്തിന് വേണ്ടിയൊക്കെയാണ് ഡ്രഗ്സ് ആദ്യം കണ്ടുപിടിച്ചത്. എന്നാൽ അതിനെ എക്സ്റ്റെൻസീവായിട്ട് മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിനെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഡ്രഗ് അബ്യൂസ് ഒരിക്കലും പെർമിസിബിൾ അല്ല. ഇറ്റ്സ് നോട്ട് പെർമിസീവ് കൺസംഷൻ ഓഫ് സർട്ടൻ സബ്സ്റ്റൻസ് ദാറ്റ് മേ ലീഡ് ടു ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്. സൈക്കോളജിക്കലായിട്ടും അതുപോലെ ഫിസിക്കലായിട്ടും ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ആകുന്ന രീതിയിലേക്കാണ് ഡ്രഗ് അബ്യൂസ് മാറപ്പെടുന്നത്. 1960 ഒരു മ്യൂസിക് ബാൻഡാണ് ഏറ്റവും അധികമായി ഡ്രഗ്സിനെ പോപ്പുലറൈസ് ചെയ്തതും അവരതിനെ മുമ്പിലേക്ക് കൊണ്ടുവന്നതും പ്രചരിപ്പിച്ചത് സമൂഹത്തിലെല്ലാം. വളരെയധികമായി കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഡ്രഗ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഞാൻ കുറച്ച് പേരുകളൊക്കെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം. മരിവാന, കൊക്കെയിൻ, ഹീറോയിൻ, ആൽക്കഹോൾ, പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്, അതുപോലെ ഈ മൂക്കിലൂടെ ഒക്കെ ശ്വസിക്കുന്ന ഡ്രഗ്സ് ഒക്കെ ഉണ്ട്. പലതരത്തിലൊക്കെ എടുക്കുന്ന അതിനൊക്കെ ഇൻഹേലന്റ് ആൻഡ് സോൾവെന്റ് ഡ്രഗ്സ് എന്നൊക്കെ പറയും. സോൾവെന്റ് എന്ന് പറയുമ്പോൾ ഈ വെയിനിലൂടെ ഞരമ്പിലൂടെ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ചില സമയങ്ങളിൽ സിഗരറ്റ്സും അതൊക്കെ അധികമായി എടുത്തു കഴിഞ്ഞാൽ അതും ഹാംഫുൾ ആണ്. അതും ഒരു ഡ്രഗ്സിന്റെ ഭാഗമായിട്ട് തന്നെ വരും. ഏകദേശം 208 മില്യൺ ആൾക്കാരാണ് ലോകമെമ്പാടും ഡ്രഗ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇല്ലീഗലായിട്ടാണ് ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. 2008 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് പറയുന്നത് 3.9% ആൾക്കാർ ലോകമെമ്പാടും ഡ്രഗ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഡ്രഗ്സ് എടുക്കുന്നത്? വൈ ഡു പീപ്പിൾ യൂസ് ഡ്രഗ്സ്? ഒന്നാമത് റിജക്ഷൻ. വേറെ ഒരാള് റിജക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെ വേറെ ഒരാളാൽ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ റിജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി, നമുക്ക് നല്ല ഫീൽ ഗുഡ് ചെയ്യാൻ വേണ്ടി നാം ഡ്രഗ്സ് എടുക്കും. 2, ഫിറ്റ് ഇൻ, സമൂഹത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ ഒരു ഗ്രൂപ്പിലേക്ക്, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഫിറ്റ് ആകാൻ വേണ്ടി അവർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് ഫിറ്റ് ഇൻ ആകാൻ വേണ്ടി നമ്മൾ എടുക്കും. 3, ആങ്കർ, ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം മാറ്റാൻ വേണ്ടി നമ്മൾ ഡ്രഗ്സ് എടുക്കും. 4, പുവർ സെൽഫ് ഇമേജ്,
നമുക്കൊരു നല്ല എന്താ പറയുക, നല്ലൊരു സ്വഭാവമാണ്. എന്നാൽ എൻ്റെ സ്വഭാവത്തെ എനിക്ക് മോശമാക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഗുണ്ട ലുക്ക് ആക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് പൂവർ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. നല്ലൊരു ഇമേജാണ്, ബട്ട് എനിക്ക് ആ ഇമേജ് വേണ്ട, എനിക്കൊരു ഗുണ്ട ആവണം, എല്ലാവരും എന്നെ പേടിക്കണം. സോ ഡ്രഗ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇമേജിലേക്ക് മാറപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതാണ് പൂവർ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. സ്ട്രെസ്, പലപ്പോഴും നമുക്ക് സ്ട്രെസ്, ഇന്നത്തെ കാലത്ത് സ്ട്രെസ് വളരെയധികം കൂടുതലാണ്. സ്ട്രെസ് നമുക്ക് താങ്ങാൻ കഴിയത്തില്ല. സോ അതുകൊണ്ട് സ്ട്രെസ് മാറ്റാൻ വേണ്ടി ഡ്രഗ്സ് എടുക്കാറുണ്ട്. ക്യൂരിയോസിറ്റി, പലപ്പോഴും വളരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നുകൊണ്ടാണ് പലരും ഡ്രഗ്സ് എടുക്കുന്നത്. എന്തുവാണ് എന്നുള്ള അറിയാൻ വേണ്ടി, ഇതെന്തുവാണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പ്രാവശ്യമെങ്കിലും എടുത്താൽ കൊള്ളാമായിരുന്നു എന്നുള്ള ചിന്തയോടുകൂടി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ വളരെയധികമാണ്. അതുപോലെ തന്നെ പലപ്പോഴും അടുത്തൊരു പോയിന്റാണ്, വളരെയധികമായി ഇൻഫോർമേഷൻസ് കറക്റ്റായിട്ട് ലഭിക്കാത്തതാണ്. ഇൻഫോർമേഷൻസ് ഇനാക്യുറേറ്റ് ആയതുകൊണ്ട് ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. ഞാൻ അഡിക്ഷൻ്റെ 5 പ്രശ്നങ്ങൾ പറയാം. ഇതൊരു ക്രോണിക് അസുഖമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ലോസ് ഓഫ് കൺട്രോൾ, നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കമ്പൽഷൻ, ഭയങ്കര നിർബന്ധമായി മാറും. ഇത് എടുക്കണം എന്നുള്ളൊരു കമ്പൽഷൻ നമ്മുടെ മേലിൽ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് പലപ്പോഴും നെഗറ്റീവ് കോൺസിക്വൻസസിലേക്കാണ് നയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രേവിങ്സ്, വളരെയധികമായി ആഗ്രഹം ഇത് ഉപയോഗിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ് നമ്മളെ അഡിക്ഷനിലേക്ക് കൊണ്ടു നടത്തുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഡ്രഗ് യൂസ്, അധികമായി നിങ്ങൾ ഡ്രഗ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ജീൻസിനെ ഇത് വല്ലാതെ എഫക്റ്റ് ചെയ്യും, കണ്ടമാനമായി എഫക്റ്റ് ചെയ്യും. പ്രോപ്പറായിട്ട് നിങ്ങളുടെ ജീൻസ് എല്ലാം ഡിസ്ഫങ്ഷൻ ആകാനുള്ള സാധ്യതകളുണ്ട്. 2, മെന്റൽ ഹെൽത്ത്, നിങ്ങളൊരു മാനസിക രോഗിയായി മാറാനുള്ള സാധ്യതകളുണ്ട്. പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് നിങ്ങൾ മാറും. അതുപോലെ തന്നെ 3ാമത്തെ കാര്യം, ഫാമിലി ആൻഡ് സോഷ്യൽ എൻവയറൺമെന്റ് ഡിസ്റ്റർബൻസ്. നിങ്ങളുടെ കുടുംബത്തിലും സാമൂഹികപരമായിട്ടും നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായി മാറും. ഓക്കെ. അതുപോലെ തന്നെ എഫക്റ്റ് ഓൺ ദ ബ്രെയിൻ, നമ്മുടെ തലച്ചോറിനെ അധികമായി ബാധിക്കും. വളരെയധികം എക്സസീവ് റിസ്ക് ഈ ഡ്രഗ് കൺസംഷൻ കാരണം നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിനെ ഏത് തരത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഒന്നാമത്, നമുക്ക് ചിന്തിക്കാൻ കഴിവില്ലാതെ മാറും. പ്രോപ്പറായിട്ട് ഒന്നും ചിന്തിക്കാൻ കഴിയത്തില്ല. അപ്പം നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റിയെ ഇത് വീക്കൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ജഡ്ജ്മെന്റ്, പണ്ടൊക്കെ നമ്മൾ നല്ല ജഡ്ജിങ് ആൾക്കാരായിരുന്നു. ഒരു കാര്യം ജഡ്ജ് ചെയ്യുന്നവരായിരുന്നെങ്കിൽ ഒരു റോഡിൽ കൂടെ പോവുക, ആ റോഡിന്റെ കറക്റ്റ് പൊസിഷൻ ജഡ്ജ് ചെയ്ത് പോയില്ലെങ്കിൽ അപകടം ഉണ്ടാവും. നമ്മുടെ ജഡ്ജിങ് ഫാക്ടർ വീക്ക് ആവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മേലുള്ള നമ്മുടെ കൺട്രോൾ, നമ്മുടെ ബിഹേവിയറിന്റെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. കാരണം ഡ്രഗാണ് നമ്മൾ പിന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ചേഞ്ചസ് യുവർ ബിഹേവിയറൽ കൺട്രോൾ. അതുപോലെ ബിഹേവിയറൽ ചേഞ്ചസ് ഒരു വ്യക്തിയിൽ എപ്പോഴും ഉണ്ടാവും. പൂവർ വർക്ക്, അദ്ദേഹം ജോലി ചെയ്യുന്നതിൽ വളരെ പൂവറായിരിക്കും, ഒരിക്കലും പ്രോപ്പറായിട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ ഡിക്ലൈനിങ് പെർഫോമൻസ്, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, എന്നാൽ അദ്ദേഹം ഡ്രഗ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ താണു പോകാനുള്ള സാധ്യതകളാണ്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഡ്രഗ്സ് എടുക്കുമ്പോൾ ഓർത്തോണം, ഒരിക്കലും നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തികമായി ഉയരുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ സാലറി എല്ലാം നിങ്ങൾ ഡ്രഗ്സ് മേടിക്കാൻ വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സഡൻ ചേഞ്ച് ഇൻ ഫ്രണ്ട്സ് ആൻഡ് അസോസിയേറ്റ്സ്, പെട്ടെന്ന് നിങ്ങളെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നും ഇന്ന് കാണത്തില്ല. കാരണം നിങ്ങളൊരു ഡ്രഗ് എടുക്കുന്ന ആളാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ നല്ല കൂട്ടുകാരെല്ലാം നിങ്ങളെ വിട്ട് മാറാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കൂടുതലും ഇങ്ങനെയുള്ള ആൾക്കാർ ആക്സിഡന്റിൽ വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് ആങ്സൈറ്റി അറ്റാക്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പറയാൻ കഴിയാത്ത നിലയിലുള്ള ആങ്സൈറ്റി അറ്റാക്സ്, എന്തു ചെയ്യണം അങ്ങനെയുള്ള വലിയ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഡ്രഗ്സിന്റെ എഫക്റ്റ് നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോസ് ഓഫ് കോർഡിനേഷൻ ഉണ്ടാകും, പുവർ ജഡ്ജ്മെന്റ് ആയിരിക്കും, സ്ലോഡ് റിഫ്ലെക്സസ്, അതുപോലെ തന്നെ ഡിസ്റ്റോർട്ടഡ് വിഷൻ, മെമ്മറി ലോസ്, ബ്ലാക്ക് ഔട്ട്, പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിൽ കൂടെ ഒന്നും പോകത്തില്ല, എല്ലാം ഇരുണ്ട് കിടക്കുന്ന പോലെ ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥ. സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ ഇതിൽ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വലിയൊരു ഡേഞ്ചറിലേക്കും വലിയൊരു നാശത്തിലേക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ടൈം, ദിസ് ഈസ് യുവർ ടൈം ദാറ്റ് യു മേ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാറ്റാനുള്ള അവസരമുണ്ട്. ഒത്തിരി പേര്
ഞങ്ങൾ പലരെയും കൗൺസിൽ ചെയ്യാറുണ്ട്, ഞങ്ങൾ പലരുമായിട്ട് സംസാരിക്കാറുണ്ട്. പലരും ഇതിൻ്റെ അടിമയിൽ വീണ് തിരിഞ്ഞ് വന്നവരുണ്ട്. അതുകൊണ്ട് ടൈം ഈസ് നോട്ട് ലോസ്റ്റ്. നിങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, എങ്ങനെ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും? എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഒന്ന്, അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. അനാവശ്യമായ നിങ്ങളുടെ കൂട്ടുകാർ ഡ്രഗ്സിലൊക്കെ ഉണ്ട്, അവരുടെ കമ്പനിയിൽ പോകണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ പോകരുത്. അത് നിങ്ങളെ അനാവശ്യമായ പ്രഷറിലൊക്കെ ഇട്ട് നിങ്ങൾ അവരുടെ കമ്പനിയിലാകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. സോ അതിലേക്ക് നിങ്ങൾ വീഴാതിരിക്കുക. അൺഡ്യൂ പിയർ പ്രഷറിൽ നിങ്ങൾ വീഴരുത്. ഓക്കെ, അതിന് പകരമായിട്ട് നിങ്ങൾ ആ സമയത്ത് പെട്ടെന്ന് ഒരു കൗൺസിലറിനെ കാണുകയും കൗൺസിലറുടെ ഉപദേശവും ശുപാർശയൊക്കെ തേടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ രണ്ടാമത്, നമ്മുടെ സർക്കാർ, നമ്മുടെ ഗവൺമെൻറ് നല്ല സ്റ്റെപ്സൊക്കെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ് വളരെയധികമായി ഡ്രഗ്സിനെതിരായിട്ട് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിനെതിരായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും അവരുമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, സർക്കാരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ പറയട്ടെ, നിങ്ങൾ കൂടുതലും ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ നോക്കേണ്ട സമൂഹത്തിൽ നല്ല ആൾക്കാരുമായിട്ടാണ്. പലപ്പോഴും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് സ്ഥാപിക്കുന്നത് ഇതുപോലെ ഡ്രഗ്സിൽ വീണവരുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ സമൂഹത്തിൽ നല്ല മാന്യതയിൽ ജീവിക്കുന്ന, നല്ല പൊസിഷനിൽ ജീവിക്കുന്ന, വെൽ ടു ഡു ആൾക്കാരുമായിട്ട് നമ്മൾ എപ്പോഴും സംസാരിച്ച് അവരുടെ കമ്പനിയിൽ വീഴാനായിട്ടും അവരുമായിട്ട് കൂടുതലായി സംസാരിക്കുവാനും അവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകും. സോ എനിക്ക് നിങ്ങളോട് പറയാം, ഇഫ് യു ആർ വൺ ഓഫ് ദി ഡ്രഗ് അബ്യൂസ് പേഴ്സൺ, നിങ്ങളൊരു ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ചേഞ്ച് വരുത്താൻ ഇന്ന് ശ്രമിക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കൗൺസിലറിനെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. ഞാൻ ഇന്നു മുതൽ ഡ്രഗ്സ് ഉപയോഗിക്കത്തില്ല, ഡ്രഗ്സ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയില്ല. സേ നോ ടു ഡ്രഗ്സ്. താങ്ക് യു.